ഞാനൊരു ജോലിയുടെ കാര്യത്തിന് എറണാകുളം വരെ പോയതാ. മടുത്തിക്ക. വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ കഴിവുണ്ടായിട്ടോ ഒരു കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക കാര്യങ്ങൾ. ഈ ഏഴയുടെ കാലം തൊഴിൽ കമ്പോളത്തിൽ വലിയൊരു വെല്ലുവിളിയാണ്. ഇങ്ങനെ പോയാ ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാര് ഇനി എന്ത് ചെയ്യാനാ? അതൊക്കെ പോട്ടെ, എന്തൊക്കെ എടുക്ക വിശേഷങ്ങള്? സുഖാണോ ഇക്ക? എന്താ എന്ത് പറ്റിക്ക? മതിയായോടെ നമുക്ക് അർഹിക്കുന്നതെ ആഗ്രഹിക്കണം. ഇത് പാടില്ലായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ കൂട്ടുകൂടിയ രണ്ട് ചങ്ങായിമാർ. ഏതാപത്തിലും സങ്കടത്തിലും ചേർത്ത് വിളിച്ചൊപ്പം നിർത്തുന്ന എന്റെ പ്രിയപ്പെട്ടവർ. ഇവൻ എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ അനക്കത് മനസ്സിലാവൂല. നീ ഇപ്പൊ ഇല്ലാണ്ടാക്കിയത് എന്റെ കളിക്കൂട്ടുകാരനെയാണ്, നമ്മുടെ ബന്ധത്തെ. ഇറങ്ങി പോടാക്കാൻ മുന്നിൽ. ഇസ്ലാം മതപ്രകാരം കെട്ടുന്ന പെണ്ണ് പൂർണ്ണ മനസ്സോടുകൂടി ഒരു പുസ്തകം മഹറായി സ്വീകരിച്ചാലും അത് കബൂലാണ്. അത് മതിയടാ എന്റെ മോക്ക്. ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും ഒക്കെയായി ഈ ദുനിയാവിൽ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അപൂർവമായിട്ടേ യഥാർത്ഥ മനുഷ്യനെ നമുക്ക് ജീവിതത്തിൽ കണ്ടെത്താനാകൂ. പച്ച മനുഷ്യരായിട്ട് ജീവിച്ചിരിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. അതാണ് നീ എനിക്ക് എന്റെ കവിയിൽ അന്ന് എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്നടാ. അല്ല, സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്നത്? കള്ള ഹിമാറേ, ആനക്കൊന്നും അറിയില്ലല്ലേ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. എന്റെ മോളുടെ കൽബ് മോഷ്ടിച്ചെടുത്തിട്ട് ആനക്കൊന്നും അറിയില്ല എന്നല്ലേ? അയ്യോ ഇക്ക, അത് ഞാൻ എടി മോളെ, ഇവനാണ് എന്റെ കൽബിലും നടന്നിരുന്നെങ്കിൽ ഞമ്മക്ക് 100 വട്ടം സമ്മതമല്ലായിരുന്നു. ഇക്കാണുന്ന സ്വത്തൊക്കെ എന്നാണ് ഉണ്ടായത്? നിന്റെ വാപ്പാക്കും ഉമ്മാക്കും ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലമുണ്ടായി. കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം.